യെസ്, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഈ ഡാറ്റ ലോസ്റ്റ് ആയി പോവാന്ന് പറഞ്ഞത് അതിപ്പോ ഏതൊരു രീതിയിലാണെന്നുണ്ടെങ്കിലും ഓർക്കാൻ പോലും പറ്റില്ല അല്ലെ. ഇപ്പൊ വീഡിയോഗ്രാഫേഴ്സ് ആണെങ്കിൽ വർക്കിന്റെ ഫയൽ അറിയാതെ മെമ്മറി നിന്ന് ഡിലീറ്റ് ആയി പോവുകയോ അതല്ല ഓൾറെഡി നമ്മൾ വർക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പിന്നീട് വന്ന് നോക്കുമ്പോൾ മിസ്സായി പോവുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതുപോലെ തന്നെ ഡിസൈനേഴ്സ്, ബ്ലോഗേഴ്സ്, ഓഫീസേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇവർക്കെല്ലാം അവർ ചെയ്യുന്ന വർക്കിന്റെ ഫയൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ എല്ലാവർക്കും ഇങ്ങനെ 8ന്റെ പണി കിട്ടിയ അവസ്ഥ വന്നിട്ടുണ്ടാവും. പിന്നെ കാലങ്ങളായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന പേഴ്സണൽ ഓർ ഫാമിലി ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ജീവിതത്തിൽ എത്ര നല്ല മെമ്മറീസ് ആയിരിക്കില്ലേ അതിലുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ വളരെ ഈസി ആയിട്ട് വണ്ടർഷെയറിന്റെ റിക്കവറിറ്റ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡാറ്റ റിക്കവർ ചെയ്തെടുക്കാം. റിക്കവറിറ്റിന്റെ മെയിൻ ഫീച്ചർ ഇതൊരു ഓൾ ഇൻ വൺ ഡാറ്റ റിക്കവറി സോഫ്റ്റ്വെയർ ആണ്. 2000+ സ്റ്റോറേജ് ഡിവൈസസ് റിക്കവർ ചെയ്യാൻ പറ്റും. 1000+ ഫയൽ ഫോർമാറ്റ്സും കിട്ടും. 500+ റിയൽ ലൈഫ് ഡാറ്റ ലോസ് സിനാരിയോസിലുള്ള എല്ലാം റിക്കവറി ചെയ്യാം. ഇപ്പൊ ഫോർമാറ്റിംഗ്, സിസ്റ്റം ക്രാഷ്, വൈറസ് അറ്റാക്ക് അങ്ങനെയുള്ളതെല്ലാം. അതായത് ഏത് തരത്തിൽ ഡാറ്റ ലോസ് ആയാലും ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് കിട്ടും. പിന്നെ ലോസ്റ്റ് ആയത് മാത്രമല്ല, ഡിലീറ്റ് ചെയ്തത്, നല്ല രീതിയിൽ ഹൈഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് ഇതെല്ലാം സ്കാൻ ചെയ്തെടുക്കാം. NAS ലിനക്സ് ഡാറ്റ റിക്കവറി ചെയ്യാൻ പറ്റും. ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് റിക്കവറി 13ൽ ഇപ്പൊ കുറച്ചുകൂടെ അധികം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. SD കാർഡ് ആൻഡ് എക്സ്റ്റേണൽ ഡ്രൈവ് കമ്പാറ്റബിലിറ്റി കുറച്ചുകൂടി ഇംപ്രൂവ് ആയിട്ടുണ്ട്. Canon, Sony, DJI, GoPro, Insta360 ഇങ്ങനെയുള്ള മെയിൻ ബ്രാൻഡുകളെല്ലാം പ്രൊഫഷണൽ റിക്കവറി ചെയ്യാം. 99.5% റിക്കവറി സക്സസ് റേറ്റ് ആണ് എക്സ്റ്റൻഷൻ ഡിവൈസിന് പറയുന്നത്. പിന്നെ ആദ്യത്തേനേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുമുണ്ട്. സ്കാൻ ചെയ്ത ഉടനെ തന്നെ പ്രിവ്യൂ കാണാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇതിലൂടെ എങ്ങനെ ഡാറ്റ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് മാക്കിലും വിൻഡോസിലും അവൈലബിൾ ആണ്. കൂടുതൽ ഫയൽസ് റിക്കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രീമിയം പർച്ചേസ് ചെയ്യണം. പക്ഷേ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ SD കാർഡോ ഡ്രൈവ്സോ ഏതിലാന്ന് വെച്ചാൽ അത് സ്കാൻ ചെയ്തെടുത്ത് ഈ ഫയൽസ് എല്ലാം റിക്കവർ ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവർ ഫ്രീയിൽ തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം സ്കാൻ ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള ഫയൽസ് ഒക്കെ അതിൽ വരുന്നുണ്ടോ നോക്കിയതിനു ശേഷം പർച്ചേസ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ക്യാഷ് പോകുന്ന ഒരു പ്രശ്നമില്ല. അപ്പൊ നേരെ റിക്കവറി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇപ്പൊ ഞാൻ ഈ മെമ്മറി കാർഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത കുറച്ച് ഫയൽസ് എടുത്ത് കാണിച്ചു തരാം. നേരെ ഈ മെമ്മറി കാർഡ് ലാപ്പിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ സൈഡിലായിട്ട് ഹാർഡ് ഡ്രൈവ്, SD കാർഡ് ഇതൊക്കെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് റിക്കവർ ചെയ്യേണ്ട ഡിവൈസ് ഏതാണോ അത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ തന്നെ റിക്കവറിറ്റ് ഇതേപോലെ സ്കാൻ ചെയ്യാൻ തുടങ്ങും. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് അതിന്റെ പെർസെൻറ്റേജ് കാണാം, എത്ര മിനിറ്റ് റിക്കവറി ഫിനിഷ് ചെയ്യാൻ എടുക്കും എന്നുള്ളത് കാണാം. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ തന്നെ ഫുൾ കാണാൻ പറ്റും. റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുള്ള എല്ലാം നമുക്ക് ഇവിടെ സൈഡിലായിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് തന്നെ കാണാം. നമ്മൾ ഡിലീറ്റ് ചെയ്തതും അതേപോലെ ലോസ്റ്റ് ആയി പോയുള്ള ഫയൽസ് എല്ലാം സെപ്പറേറ്റ് ഫിൽട്ടർ ചെയ്തിട്ട് ഇതിൽ കാണാനുള്ള ഓപ്ഷനും കൂടെ തന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഫയൽ ലോസ്റ്റ് എന്നുള്ളതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, അതർ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെ ഫിൽട്ടർ ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഓരോന്നോരോന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ പ്രിവ്യൂ വരെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതല്ലാതെ ഇവിടെ ഫയൽ ടൈപ്പ് ആയിട്ട് നമുക്ക് ഫോട്ടോസ് മാത്രം കാണണമെങ്കിൽ ഇവിടെ ഫിൽട്ടർ ചെയ്ത് കിട്ടും. വീഡിയോസ്, ഓഡിയോസ്, ഡോക്യുമെന്റ്സ് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഫിൽട്ടർ ചെയ്ത് കിട്ടും എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. അതും റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. പിന്നെ മുകളിൽ ഇവിടെ ഫിൽട്ടർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, ഇവിടെ ഫയൽ സ്റ്റാറ്റസ്, ഡിലീറ്റ് ചെയ്തത്, എക്സിസ്റ്റിംഗ് ഫയൽസ് അങ്ങനെ കാണാം. പിന്നെ അതിന്റെ ഫോർമാറ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ കാണാം. പിന്നെ ഒരു ഡേറ്റ് വെച്ചിട്ടുള്ള വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഫയൽ സൈസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതേപോലെ ടിക്ക് ചെയ്തിട്ട് ചൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ റിക്കവർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലൊക്കേഷൻ ചോദിക്കുക, എവിടേക്കാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത്. അതും കൂടെ സേവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഫയൽ റിക്കവർ ചെയ്ത് കിട്ടുന്നതാണ്. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഇനി നമുക്ക് ഫോട്ടോസും വീഡിയോസും മാത്രം മതി, എല്ലാ ഫയലും കൂടെ റിക്കവർ ചെയ്തെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഹാൻസ്ഡ് റിക്കവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് വേണ്ട ഏതാണ് ഡിവൈസ് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏതൊക്കെ ഫോർമാറ്റിലുള്ള വീഡിയോ ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച പോലെ തന്നെ റിക്കവർ ചെയ്യാൻ തുടങ്ങും. പക്ഷേ മറ്റേ നിന്നുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ ഇതിൽ ഫോട്ടോസും വീഡിയോസും മാത്രമായിരിക്കും റിക്കവർ ചെയ്യുക. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് റിക്കവർ ചെയ്ത് കളയണമെന്നില്ല. ഈ സ്കാൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും മാത്രമായിട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലും വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക, റിക്കവർ എന്ന് കൊടുക്കുക. നേരെ ഇതേപോലെ നമുക്ക് ഫോൾഡറിൽ കാണാൻ പറ്റും. ഇത്രയുള്ള കാര്യം ആർക്കും സ്വന്തം കമ്പ്യൂട്ടറിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഫയൽസ് പോയല്ലോ ഒന്ന് പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയും ചില വഴികളുണ്ട്. റിക്കവറി സോഫ്റ്റ്വെയറിന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.